BR ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് പറമ്പന്തളി ശിവക്ഷേത്രത്തിലാണ് കേട്ടോ. ഈ അമ്പലത്തിന് പുരാതനമായിട്ട് അത് ഒരുപാട് കാലപ്പഴക്കമുള്ള ഒരു അമ്പലമാണിത്. അത് മാത്രമല്ല, നമ്മളിവിടെ വരുമ്പോൾ സാധാരണ നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ ശിവക്ഷേത്രത്തിലാണ് പോകുമ്പോൾ തന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് ശ്രീകോവിൽ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 2ാം നിലയുടെ മുകളിൽ ഉയരത്താണ് നമ്മുടെ മഹാദേവൻ ഇരിക്കുന്നത്. അപ്പൊ അത് തന്നെ അതിന്റെ ഒരു ഐതിഹ്യം വേറൊരു ഐതിഹ്യം കൂടിയുണ്ട്. ഇവിടെ മഹാദേവ അതെ ശിവന്റെ കേരളത്തിൽ ഒട്ടുമിക്കമായിട്ടും കുടുംബങ്ങളായിട്ട് താമസിക്കുന്ന വെച്ചാൽ കുടുംബമായിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ ഒറ്റയ്ക്കുണ്ട്. അങ്ങനെ പല ചരിത്രപരമായിട്ടുള്ള രീതിയിലാണ് ശിവനെ നമ്മള് ആരാധിക്കുന്നതും ഓരോ അമ്പലത്തിലൊക്കെ. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാദേവൻ ധ്യാനത്തിലിരിക്കുകയാണ്. സന്തോഷമായിട്ട് ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുക. 2ാം ഫ്ലോറിൽ 2ാമത്തെ ഭാഗത്ത് നല്ല പൊക്കത്തിലാണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ ഈ ദീപസ്തംഭം അവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ മഹാദേവനെ കാണാൻ പറ്റില്ല. കെട്ടിടം എന്ന് വെച്ചാൽ അങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലാണ്. എന്ന് വെച്ചാൽ അത്ര പൊക്കത്തിലാണ്. അവിടെ പുറകിലുള്ള ആൾക്കാർക്കും പുറത്തുള്ള ആൾക്കാർക്കൊക്കെ 6 മണി ആ സമയമാകുമ്പോ ഇതിൽ ദീപാരാധന അങ്ങനെ വിശേഷ പൂജ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ നമുക്ക് തൊഴാനൊക്കെ പറ്റും. നേരെ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ ഐതിഹ്യം. അതായത് നമ്മള് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കോണിപ്പടി ഉണ്ട്. ആ കോണിപ്പടി നമ്മൾ കയറി മോളിൽ ചെന്ന് കഴിഞ്ഞാലാണ് അവിടെയാണ് ശ്രീകോവിലുള്ളത്. അപ്പൊ അതൊരു പ്രത്യേക ഒരു ഫീലാണത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും ഉയരത്ത് മഹാദേവനെ കാണാൻ വേണ്ടി നമ്മൾ മോളിൽ കയറി ചെന്ന് നമ്മൾ അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കും നമ്മൾ. അപ്പൊ അതൊരു പ്രത്യേക ഫീലാണ്. അതിപ്പോ നീര് പറഞ്ഞ പോലെ തന്നെ നമ്മൾ റോട്ടിൽ നിന്ന് നോക്കിയാൽ ദീപസ്തംഭത്തിന്റെ അവിടെ നിന്ന് നോക്കിയാൽ മഹാദേവൻ ഇരിക്കുന്നത് നമുക്ക് കാണാം. അത് ഉള്ളിക്കൊണ്ട് നമുക്ക് കാണാം. അതാണ് അതിന്റെ ഒരു അതാണ് അതിന്റെ ഒരു ഈ സ്ഥലം മുല്ലശ്ശേരിയിലാണ് ഉള്ളതല്ലേ? മുല്ലശ്ശേരി പ്രദേശത്താണ് ഈ അമ്പലം ഉള്ളത്. ഇവിടെ ഷഷ്ടിയാണ് ആഘോഷിക്കുന്നത് കേട്ടോ. പറമ്പന്തളി ഷഷ്ടി എന്നാണ് പറയുക അതിന്. അപ്പൊ എന്താ വെച്ചാൽ ഉപദേവതകളായിട്ട് ഈ സുബ്രഹ്മണ്യ സ്വാമിയും അതുപോലെ ഗണപതിയും ദേവിയും. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. പറയുന്നത് ക്ഷേത്രം ഇരിക്കുന്ന കുന്ന് ശിവന്റെ ജടയായതിനാൽ ഇഴഞ്ഞും ഉരുണ്ടും വന്നാണ് ഈ ക്ഷേത്രത്തിൽ തൊഴുതിരുന്നതും പൂജ നടന്നിരുന്നതും എന്നാണ് പഴമ. ആഴ്വഞ്ചേരി തമ്പ്രാക്കൾ ഈ ക്ഷേത്രത്തിൽ വന്നാൽ നാട്ടുകാർക്കെല്ലാം സദ്യയും ഓണപ്പുടവയും നൽകണമെന്ന് പഴയ കാലത്തെ ആചാരമുണ്ടായിരുന്നു എന്നാണ് പഴമ. ഞാൻ പറഞ്ഞ പോലെ ഭംഗിയുണ്ട്. ഇതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കില് പഴയ കാല മതിൽക്കെട്ടുകളാണ് ഇതെല്ലാം. അപ്പൊ അത് ഇതൊക്കെ കാണാൻ തന്നെ ഒരു ഭാഗ്യമാണ്. ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ. കാരണം ഇത്രയും കാലപ്പഴക്കം ചേർന്ന ഒരു അമ്പലം, നമ്മുടെയൊക്കെ പുരാതന വർഷങ്ങളോ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള അമ്പലങ്ങളാണ് ഇതൊക്കെ. അത് മാത്രമല്ല, ഇവിടെ ഒരു മറ്റേ കിണർ ഇല്ല. അതായത് മണിക്കിണർ അമ്പലങ്ങളിൽ സാധാരണ ഉണ്ടാവാറുള്ളതാണ്, അതില്ല. അതിന് പകരം കനാലിൽ നിന്ന് വെള്ളം കൊടുത്തിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ദേവതയാണ്. പണ്ടത്തെ ഒരു 6:30 സമയമാകുമ്പോ അതിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതെ, അതിന്റെ ഒരു പ്രത്യേകത 6:30 അതിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അതെ, വൈകുന്നേരം ഒരു 6:30 സമയമാണ് ഇപ്പൊ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാണാൻ കേട്ടോ ഇവിടെ. അത് പാമ്പുംകാവാണത്, സർപ്പക്കാവാണത്. അത് കാണുന്നത് സർപ്പക്കാവ്. നല്ല രസല്ലേ ഇവിടെ കാണാൻ. കൊള്ളാം. അങ്ങോട്ടൊക്കെ കാട് പോലെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ലേ? ഇറങ്ങാൻ പറ്റും തോന്നുന്നു. ഇത് പാമ്പുംകാവ് തന്നെയാണ്. ഇതും ഇവിടെയുണ്ട് പാമ്പുംകാവ്. പിന്നെ എന്നെ അങ്ങോട്ട് ഇറങ്ങണ്ട. വാ, താങ്ക് യു പറഞ്ഞു. കൊള്ളാം, രസം. പാമ്പുംകാവാണ് ഇതും. അതെ കേട്ടോ, ഇതും അതെ പാമ്പുംകാവാണ്. ഈ ഭാഗമാണ് എന്ത് രസം അല്ലേ? അതെ അതെ, പാമ്പുംകാവിന്റെ ഒരു ഇതാണ് കേട്ടോ ഇത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അതായത് പിന്നെ അത് മാത്രമല്ല, ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ സീരിയലുകൾ എടുത്തിട്ടുണ്ട് ഇവിടെ. നമ്മുടെ ഈ നന്ദനം എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിരുന്നു, ഒരു മറ്റേ ശ്രീകൃഷ്ണനുമായിട്ട്
ബന്ധപ്പെട്ട ഒരു സീരിയലാണത്. അതിന് ഇവിടെ നിന്നാണ് കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗുരുവായൂർ അമ്പലനടയിൽ പറഞ്ഞുള്ള അതിൻ്റെ സിനിമയുടെ കുറച്ച് ഭാഗം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അവർ അമ്പലത്തിൽ വന്നിട്ട് തൊഴുതു പോകുന്നത് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഭാഗം കണ്ടില്ലേ, എന്ത് രസമാണ്. മഹാദേവനൊക്കെ ശരിക്കും ഇവിടെ ഉള്ള പോലെ സന്തോഷമായി ധ്യാനിച്ചിരിക്കണ പോലെ ഇവിടെ ഈ അറ്റ്മോസ്ഫിയർ. ഈ ഭാഗമാണ് ഫ്രണ്ടേജ്. അമ്പലത്തിന്റെ ഫ്രണ്ട് ഇങ്ങോട്ടാണ്. നമ്മളിപ്പോ കയറി വരുമ്പോ തന്നെ ഫ്രണ്ട് ഈ ഭാഗത്തായിട്ടാണ് കാണുന്നത്. നല്ല രസമുണ്ട് കാണാൻ. കണ്ടില്ലേ, ഫുള്ള് വെള്ളം. നല്ല പഴക്കത്തിന് കൃത്യമായിട്ട് അറിയാൻ പറ്റൂട്ടോ നമുക്ക് കണ്ടു. അതെ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. അത് മാത്രമല്ല, ഭയങ്കര നിരഞ്ജൻ പറഞ്ഞ പോലെ നല്ലൊരു ശാന്തതയാണ് ഇവിടെ. എന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും വരണം ഇങ്ങോട്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഈ അമ്പലം ഇവിടെ വരിക, മഹാദേവനെ കാണുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ്. അപ്പോൾ ഇത് ബലിക്കല്ലാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കിയേ കാണാൻ. അതായത് നല്ല വലിപ്പമുള്ളൊരു ബലിക്കല്ലാണത്. അതായത് നല്ല രസമായിട്ട് പണിതിട്ടുള്ള ഒരു കല്ല്. ഇത് മറ്റേ കരിങ്കല്ലാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് കണ്ടില്ലേ, എത്രയോ പഴക്കം വന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതിന്. ബ്രൗൺ. അപ്പോൾ ഇത്രയും ഉയരമുള്ളൊരു ബലിക്കല്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് അപൂർവമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ദീപാരാധന തൊഴുതു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലപ്പഴക്കമുള്ള അമ്പലമാണെങ്കിലും അതുപോലെ തന്നെ ഇത്രയും എന്തെന്നാ പറയുക, നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് നമ്മൾ ഇങ്ങനെയുള്ള അമ്പലങ്ങളിലേക്ക് വരുമ്പോൾ. അത് പുതിയതായി ഉണ്ടാക്കിയതില്ലല്ലോ. ഒരുപാട് ആലഞ്ചേരി തമ്പ്രാക്കന്മാരാണ് അവരുടെ ഈ അമ്പലം. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു സന്തോഷം നമുക്കിവിടെ വന്നപ്പോൾ കിട്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ മഹാദേവന്റെ എല്ലാവർക്കും അറിയില്ല മഹാദേവന്റെ പവർ എന്താന്ന്. ഇവിടെ എത്തിയപ്പോ അതിന്റെ കൃത്യം അറിഞ്ഞു. ഒരു പോസിറ്റീവ് ഒരു മൈൻഡ്. ഇവിടെ മൊത്തം ശാന്ത. അങ്ങനെ പ്രത്യേകത ഉണ്ട്. ഗുരുവായൂർ പുല്ലശ്ശേരി ഭാഗത്ത് ഈ അമ്പലം നിൽക്കണ അവിടെ നല്ല ശാന്തതയാണ്. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ പുരാതനമായിട്ടുള്ള അമ്പലം കൂടിയാണ്. പിന്നെ നല്ല രസമുണ്ട്. പാമ്പുംകാവ് അങ്ങനെ ഇവിടെ സുബ്രഹ്മണ്യന്റെ ഒക്കെ അല്ലേ കൂടുതലും. മഹാദേവന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ എന്ത് രസമാണ്. ധ്യാനത്തിലിരിക്കണ മഹാദേവനാണ്. അപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു, നല്ല ഇഷ്ടമായിരുന്നു, നല്ലൊരു ഞങ്ങളെ ഇന്നത്തെ ദിവസം നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരിക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.